ആദ്യ വെടി പൊട്ടിയ നിമിഷം തന്നെ പ്രഭുവും ബന്ധുവായ കൗണ്ട് ഡാനിയലോ സ്റ്റെഫനോയും മരക്കൂട്ടങ്ങൾക്കിടയിൽ ഒളിച്ചു കഴിഞ്ഞിരുന്നു. ഇത്തരം അപകടസന്ധികൾ സുപരിചിതമായിരുന്നതുകൊണ്ട് അവർക്ക് മുൻപേ തന്നെ പീറ്റർ പാർക്കറും ഗ്രെഗ് ഹഡ്സണും പാറക്കെട്ടുകൾക്ക് മറവിൽ സുരക്ഷിത സ്ഥാനങ്ങൾ കണ്ടെത്തിയിരുന്നു. പ്രഭുവിൻ്റെ സഹായികളും മരങ്ങൾക്കിടയിൽ മറഞ്ഞു. അഹോയ് ഉളോഫോ, അഹോയ് ഉളോഫോ! പ്രഭു ഉറക്കെ പുലമ്പുന്നത് അവർ കേട്ടു. അടുത്ത നിമിഷം തോക്കിൻ കുഴലുകൾ കണ്ട ഭാഗത്തു നിന്നും ഉറക്കെയുള്ള അലർച്ചകളും നിലവിളികളും അവർക്ക് കേൾക്കാൻ കഴിഞ്ഞു. കയ്യിൽ നിറതോക്കുകൾ ഉണ്ടെങ്കിലും പ്രാണഭയത്തോടെ നിലവിളിക്കുകയാണ് 4 മനുഷ്യർ. അവരെ ക്രൗര്യത്തോടെ കടിച്ചു കീറുകയാണ് പ്രഭുവിൻ്റെ ചെന്നായ്ക്കൂട്ടം. ഹോ, ഭയങ്കരം! ഇത്ര ഭീകരമായ ഒരു കാഴ്ച ഞാൻ ഈ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവർക്ക് വെടിവെക്കാൻ പോലും സമയം കിട്ടുന്നില്ലല്ലോ. പീറ്റർ പാർക്കർ തൻ്റെ അസ്വാസ്ഥ്യം മറച്ചുവെച്ചില്ല. ഹഹ, ചതിയന്മാരെ, ഇതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ! പ്രഭു പൈശാചികമായി അട്ടഹസിച്ചു. അതെ, അതുതന്നെയാണ് വേണ്ടത്. റസ്നോ, നീ അവർക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകി. നിമിഷങ്ങൾ കൊണ്ട് എല്ലാം കഴിഞ്ഞു. ആ 4 അക്രമികളും ചെന്നായ്ക്കൂട്ടത്തിന് ഇരയായി. അപ്പോൾ കൗണ്ട് ഡാനിയലോ നിലത്ത് കിടന്ന ഒരു കടലാസ് ചുരുൾ കയ്യിലെടുത്ത് നിവർത്തി. ചതിയന്മാർ! ഫ്രെഡി, ബെന്നറ്റ്, 2 ചങ്ങാതിമാർ വേറെ. ബുഡാപെസ്റ്റിലെ എൻ്റെ സഹപ്രവർത്തകർ. ഞാൻ പരിശോധിക്കാൻ നൽകിയ ട്രഷർ ചാർട്ടിൻ്റെ പകർപ്പുമായി വരികയായിരുന്നു. ഡ്രാക്കുളയുടെ നിധി തട്ടിയെടുക്കാൻ അവർക്ക് വേണ്ടത് കിട്ടി. അങ്ങ് ചാർട്ട് ഏൽപ്പിക്കുമ്പോൾ നിധിയെക്കുറിച്ച് അവരോട് പറഞ്ഞിരുന്നോ? പീറ്റർ പാർക്കർ ചോദിച്ചു. അപ്പോൾ കൗണ്ട് ഡാനിയലോ പറഞ്ഞു, ഞാൻ പറഞ്ഞിരുന്നില്ല. ചാർട്ടിലെ വിവരങ്ങൾ ഡീകോഡ് ചെയ്തപ്പോൾ അവർക്കെന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടാവും. ആ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇവരുടെ തോക്കുകൾ നമുക്കുപകരിക്കും. ഇനി വൈകണ്ട, സ്നഗോവിലേക്കുള്ള യാത്ര തുടരാം. കുന്നുകളും മലകളും താണ്ടി അവർ അതിവേഗം സഞ്ചരിച്ചു. കുതിരകൾ അനായാസം കയറ്റങ്ങൾ കയറുകയും ഇറക്കമിറങ്ങുകയും ചെയ്തു. മുന്തിയ തരം അറബിക്കുതിരകളുടെ പരമ്പരയിൽപ്പെട്ടവയാണ് ട്രാൻസിൽവാനിയയിലെ കുതിരകൾ എന്ന് മുമ്പൊരിക്കൽ വണ്ടിക്കാരൻ ലാറിയൻ പറഞ്ഞത് പീറ്റർ പാർക്കർ ഓർമ്മിച്ചു. മണിക്കൂറുകൾ കടന്നുപോയപ്പോൾ അവർ വനം കടന്ന് ഒരു തടാകക്കരയിലെത്തി. തെളിഞ്ഞ നിലാവിൽ അന്തരീക്ഷം മനോഹരമായിരുന്നു. തടാകത്തിനു ചുറ്റും കരയിൽ വൻമരങ്ങൾ വളർന്നു നിന്നിരുന്നു. തടാകക്കരയിൽ അങ്ങിങ്ങ് ചില വീടുകൾ അവർ കണ്ടു. തടാകത്തിന് നടുവിലുള്ള തുരുത്തിലേക്ക് ചൂണ്ടി പ്രഭു പറഞ്ഞു, അതാണ് സ്നഗോ മൊണാസ്ട്രി. ഡ്രാക്കുള പ്രഭു ഇടയ്ക്കിടെ അവിടം സന്ദർശിക്കുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹം കൂടുതൽ ക്രൂരനായതോടെ സന്യാസിമാർ അദ്ദേഹത്തിൽ നിന്നും അകന്നു നിന്നു എന്നാണ് കേട്ടുകേഴ്വി. ആ, ഇനി നിങ്ങൾക്കെന്താണ് പറയാനുള്ളത്? ഇവിടെ അടുത്തെവിടെയോ പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു പ്രദേശമുണ്ട്. അവിടെ ഒരു കുതിരയല്ലേ അത്? കുതിരപ്പുറത്ത് ഒരാളുമുണ്ടല്ലോ. പീറ്റർ പാർക്കർ തോക്കെടുത്തു. അരുത്! അത് സ്നഗോ മൊണാസ്ട്രിയിലെ ആരോ ആണ്, ശത്രുവല്ല. ഈ നിലാവിൽ പോലും ആ വേഷം എനിക്ക് തിരിച്ചറിയാം. പ്രഭു പീറ്റർ പാർക്കറെ തടഞ്ഞു. പ്രഭുവിൻ്റെ ഊഹം തെറ്റിയില്ല. കുതിരപ്പുറത്ത് വന്ന ആൾ അവർക്കരികിൽ കുതിരയെ നിർത്തി. ഇത് മൊണാസ്ട്രിയിലെ ഫാദർ ബെർണാഡല്ലേ? പ്രഭു ആശ്ചര്യഭാവം പ്രകടിപ്പിച്ചു. അതെ, കൗണ്ട് റസ്നോ, ഞാൻ തന്നെ. നിങ്ങൾ ചാർട്ടിലെ വിവരങ്ങൾ മനസ്സിലാക്കിയല്ലേ? നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് എനിക്കറിയാം. അങ്ങ് അതെങ്ങനെ മനസ്സിലാക്കി? ഡാനിയലോ അത്ഭുതത്തോടെ ചോദിച്ചു. അപ്പോൾ ഫാദർ ബെർണാഡ് പറഞ്ഞു, അവസാന കാലത്ത് ഡ്രാക്കുളയ്ക്ക് ആരും ആശ്രയമില്ലാതായി. തൻ്റെ അളവറ്റ സമ്പത്ത് സന്യാസി മഠത്തിൽ സൂക്ഷിക്കണം എന്ന് ഡ്രാക്കുള അന്നത്തെ മഠാധിപതിയോട് അപേക്ഷിച്ചു. എന്നിട്ടെന്തുണ്ടായി? പീറ്റർ പാർക്കറും ഗ്രെഗ് ഹഡ്സണും ഒന്നിച്ചു ചോദിച്ചു. അപ്പോൾ ഫാദർ ബെർണാഡ് തുടർന്നു, കുട്ടികളെ, സന്യാസി മഠത്തിലുള്ളവർ ധനം ആഗ്രഹിക്കുന്നവരല്ല. അന്നത്തെ മഠാധിപൻ ആ പാറക്കെട്ടുകൾക്കിടയിലെ പഴയ ഗുഹയെക്കുറിച്ച് പറഞ്ഞു. ഡ്രാക്കുള തൻ്റെ നിധി അതിൽ സൂക്ഷിക്കുകയും ചെയ്തു. യുദ്ധം ജയിച്ചു വരുമ്പോൾ തിരിച്ചെടുക്കാം എന്ന പ്രതീക്ഷയിൽ. അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് പ്രഭു പീറ്റർ പാർക്കറെ നോക്കി. അപ്പോൾ ഫാദർ കഥ തുടരുകയായിരുന്നു. ആ യുദ്ധത്തിൽ ഡ്രാക്കുള കൊല്ലപ്പെട്ടു. ശത്രുക്കൾ തലയറുത്ത ആ ശവം സംസ്കരിച്ചത് ഇവിടുത്തെ സന്യാസിമാരാണ്. തൻ്റെ അവകാശികൾ എന്നെങ്കിലും നിധി തേടി വന്നാൽ അതവർക്ക് കൈമാറണമെന്ന് യുദ്ധത്തിന് പുറപ്പെടും മുൻപ് ഡ്രാക്കുള പ്രഭു പറഞ്ഞിരുന്നു. ആദ്യമായി അത് തേടിയെത്തുന്നവർ നിങ്ങളാണ്. നിങ്ങളുടെ കൈവശമുള്ളത് ആ ട്രഷർ ചാർട്ടല്ലേ? അതെ. പക്ഷേ അങ്ങിതെല്ലാം ഇങ്ങനെ മനസ്സിലാക്കി? ഗ്രെഗ് ഹഡ്സൺ ചോദിച്ചു. അപ്പോൾ മഠാധിപൻ പറഞ്ഞു, ഓരോ മഠാധിപനും സ്ഥാനമൊഴിയുമ്പോൾ ബന്ധപ്പെട്ട ചരിത്രരേഖകൾ അടുത്ത മഠാധിപന് കൈമാറും. ആ രേഖകളിൽ ഈ വിവരണങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഈ പരിസരത്ത് ആര് പ്രവേശിച്ചാലും കാവൽക്കാർ വിവരം ഞങ്ങളെ അറിയിക്കും. അതുകൊണ്ട് വരുന്നത് നിങ്ങളാണെന്നറിഞ്ഞു.
അങ്ങേക്ക് എല്ലാം അറിവുള്ള സ്ഥിതിക്ക് ഞങ്ങളൊന്നും ഒളിച്ചു വയ്ക്കുന്നില്ല. അങ്ങ് ഞങ്ങളെ സഹായിക്കണം. വരൂ, ആ നിധി നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. എൻ്റെ കടമയാണ് ഞാൻ നിർവഹിക്കുന്നത്. ഫാദർ ബെർണാഡ് കുതിരയെ തിരിച്ചു. കാട്ടുപാതയിലൂടെ അവർ ഏകദേശം 15 മിനിറ്റ് സഞ്ചരിച്ചു. ഇപ്പോൾ പാറക്കെട്ടുകൾക്കിടയിലെ ഊടുവഴിയിലൂടെയാണ് യാത്ര. അടുത്ത കാലത്തൊന്നും അവിടെ മനുഷ്യൻ്റെ പാദം പതിഞ്ഞതിൻ്റെ യാതൊരടയാളവുമില്ല. ഒടുവിൽ വിജനസ്ഥലത്ത് വലിയൊരു പാറയ്ക്ക് മുമ്പിൽ എത്തിയപ്പോൾ ഫാദർ ബെർണാഡ് കുതിരയെ നിർത്തി. എന്നിട്ട് ആ പാറയിലേക്ക് ചൂണ്ടി പറഞ്ഞു, ആ പാറ ഉരുട്ടി മാറ്റൂ. പ്രഭുവിൻ്റെ സഹായികൾ നിമിഷ നേരം കൊണ്ട് പാറ ഉരുട്ടി മാറ്റി. മുമ്പിൽ അതാ ഒരു വാതിൽ, അതിൽ താഴേക്ക് പോകുന്ന പടവുകൾ. വാതിൽ നീണ്ട ഒരു ഗുഹയിലേക്കുള്ള പ്രവേശന മാർഗമാണെന്ന് അവർക്ക് മനസ്സിലായി. ആ പടവുകളിലൂടെ ഏകദേശം 5 മിനിറ്റ് സഞ്ചരിച്ചു കാണും. അവർ വിശാലമായ ഒരു തളത്തിലെത്തി. നൂറ്റാണ്ടുകളായി മനുഷ്യൻ്റെ പാദസ്പർശം ഏൽക്കാത്തതാണ് ആ സ്ഥലം എന്നൊറ്റ നോട്ടത്തിൽ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അവരുടെ കാലൊച്ച കേട്ടപ്പോൾ നരച്ചീറുകൾ പാറിപ്പറന്നു. പടുകൂറ്റൻ കാട്ടലുകൾ ഷീ ഷീ ശബ്ദമുണ്ടാക്കി അവരെ ഭയപ്പെടുത്താൻ ശ്രമിച്ചിട്ട് ഓടി മറഞ്ഞു. അപ്പോൾ ഫാദർ ബെർണാഡ് മുകളിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നോക്കൂ, അതാണ് ഡ്രാക്കുളയുടെ നിധി.